നമുക്ക് അലീനയുടെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒടുവിൽ സ്റ്റാളിലിരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കണ സമയം അത് കുടിച്ചാൻ അങ്ങോട്ട് വന്നു. ഇതെന്താടാ, നേരത്തെ തന്നെ നീ തുടങ്ങിയോ? 2 ഗ്ലാസ്സിനകത്തൊക്കെ എന്തിനാ ഊറ്റി വെച്ചിരിക്കുന്നേ? എന്നെയും കൂടെ പ്രതീക്ഷയായിരിക്കും അല്ലേ? അല്ല, അപ്പച്ചന് വേണ്ടെങ്കിൽ വേണ്ട, എങ്കിൽ പിന്നെ എന്തിനാണ് 2 ഗ്ലാസ്സിൽ ഒഴിച്ചു വെക്കുന്നേ? അതൊരു ഗ്ലാസ്സിൽ തീർന്നു കഴിയുമ്പോൾ ഞാൻ അടുത്ത ഗ്ലാസ്സിൽ കുടിച്ചോളാം. എങ്കിലും നീ കുടിക്കാതിരിക്കത്തില്ലല്ലേ? ഇപ്പോഴെന്തിനാ ഇങ്ങനെ കുടിക്കണേ? ഓ, ഇനിയിപ്പം അവളുമായിട്ട് വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? അലീനയായിട്ട് വഴക്കിട്ടെന്ന് തോന്നല്ലോ. എൻ്റെ അപ്പച്ച, ഈ സ്ത്രീകളെല്ലാം എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചു. എന്ത്? ഒരു സ്വസ്ഥതയെ സമാധാനം തരത്തില്ലല്ലോ. ഇപ്പം അവളാണെങ്കിൽ ശരി, അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വേണ്ടാത്ത കാര്യത്തിൽ ഇടപെടാൻ പോരുന്നത്. എത്ര പറഞ്ഞിട്ട് അവളുടെ തലയിലേക്ക് കയറുന്നില്ല. അവൾ എന്തിനീ വേണ്ടാത്ത കാര്യത്തിൽ ഇടപെടാൻ പോയത്? എടാ, അവൾ ഏത് വേണ്ടാത്ത കാര്യത്തിൽ ഇടപെടാൻ പോയെന്നാ പറഞ്ഞേ? ആ പൗലോസ് അവൻ കാണിച്ച നെറുകെട്ട പരിപാടിയല്ലേടാ. അപ്പച്ച, അപ്പച്ചൻ അലീനയെ ന്യായീകരിക്കാൻ വരണ്ട. ഞാൻ അവൾക്ക് ഒന്ന് വാണിങ്ങി കൊടുത്ത അനുസരണക്കേട് കാണിക്കരുതെന്ന്. എടാ, ഇവിടെ അനുസരണക്കേട് കാണിച്ച അവളല്ല, പൗലോസ് എന്നുള്ള കാര്യം നിനക്ക് മനസ്സിലായില്ലേ? ഈ വീട്ടിൽ അനീതി കണ്ടു കഴിഞ്ഞപ്പോൾ അവളൊന്ന് ചൂണ്ടിക്കാണിച്ചു, അത്രേ ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിലും അപ്പച്ചൻ എപ്പോഴും അവളുടെ ഭാഗത്താണല്ലോ. എനിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. എടാ ലാലിച്ച, തെറ്റ് കണ്ട തെറ്റാന്ന് ചൂണ്ടിക്കാണിക്കും. അതിപ്പോൾ എങ്ങനെയാടാ? ഒട്ടും ഇഷ്ടപ്പെട്ടില്ല സ്റ്റാൻലിക്ക് അങ്ങോട്ട്. സ്റ്റാൻലി പറഞ്ഞു, അവളോട് ഞാനൊരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവൾ എന്നെ അനുസരിക്കാൻ കൂട്ടാക്കില്ല. ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഈ പൗലോസ് എന്ന് പറഞ്ഞ ആരാന്നറിയാലോ? ഇത്തരം കാലം ഇവിടെ വെച്ച് വിളമ്പിയതാ, വർഷങ്ങളായതാ. ഇവിടെ ഗെറ്റ് ടുഗദറൊക്കെ നടക്കുന്ന സമയത്ത് എല്ലാവർക്കും വെച്ച് വിളമ്പുന്ന പൗലോസാ. ആരും ഒരു കുറ്റം ഇന്ന വരെ പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ പൗലോസ് ഈ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ വീട്ടിൽ വരുന്ന ജോലിക്കാരെയൊക്കെ അവളിങ്ങനെ അധികാരം സ്ഥാപിച്ച് ഓടിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പിന്നെ അവളത് കണക്ക് കൂട്ടണ്ടേ? ഇങ്ങനെ വഴക്കുണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇങ്ങനെയാണോ അപ്പച്ചൻ്റെ ചിന്നമ്മ? ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. എൻ്റെ അമ്മച്ചിയാണെങ്കിൽ അപ്പച്ചനെ എതിർത്ത് ഒരു വാക്ക് പോലും പറയുന്നത് ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല. അവളെക്കുറിച്ച് അറിയാത്തോണ്ടാ രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്തെ അവളിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, പരാതികളും പരിഭവങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ചിന്നമ്മ അത് നേരിട്ട് പറയുന്നു. അത്രമാത്രം വ്യത്യാസമുള്ളൂ അവർ തമ്മിൽ. എന്നാലും എൻ്റെ അപ്പച്ച, ഇത് കുറച്ച് കൂടുതലല്ലേ? അവൾക്ക് ഞാൻ എന്തൊക്കെ ഓഫർ കൊടുത്തു. അവൾക്ക് വിദേശത്ത് പോകണേ വിദേശത്ത് പോവാം, പഠിക്കാൻ പോകണമെങ്കിൽ അങ്ങനെയാവാം. വെറുതെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്കും അവത് കുടിച്ചാൻ പറഞ്ഞു, അവൾ എന്ത് പ്രശ്നമാടാ ഉണ്ടാക്കിയത്? അവൾ ആകെപ്പാടെ അടുക്കളയിലേക്കൊന്ന് കയറണമെന്ന് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. എടാ, ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളൊക്കെ അടുക്കള കയറാനായിട്ട് താല്പര്യപ്പെടുവോ? ഇല്ല. പക്ഷെ ഇവള് നേരെ തിരിച്ചാ. എന്തൊക്കെയാള് ശരി അപ്പച്ച, എനിക്കത് അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഞാനൊരു കാര്യം ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ചെയ്യരുത്, അത്രമാത്രം. എടാ, അവള് നിന്നെ അനുസരിച്ചിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എടാ, അവള് ചിന്നമ്മയാ. നിനക്കത് മനസ്സിലായിട്ടില്ലേ? അത് കേട്ടപ്പോൾ ഒരു നിമിഷം സ്റ്റാൻലി ഒന്നും മിണ്ടാതിരുന്നു. അപ്പോഴേക്കും അത് കുടിച്ചാൽ ചോദിച്ചു, എന്നിട്ട് ആരാ ജയിച്ച? എന്തായി കാര്യങ്ങളൊക്കെ? അതെ, അവൾ എന്നോട് അവസാനം ഒരു വാക്ക് പറഞ്ഞു. ഞാനിവിടെ സുഭിക്ഷമായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇത്തിരി എച്ചിലെങ്കിലും കിട്ടിയാലോ എന്ന് ഓർത്തുകൊണ്ട് അവൾ അനാഥാലയത്തിൽ കഴിയുമായിരുന്നു. അത് കേട്ടപ്പോൾ അത് കുടിച്ചാൽ എൻ്റെ മുഖം മാറി. നിനക്ക് പറയാൻ മേലായിരുന്നോ ഇങ്ങനൊരു മകൾ അവിടെ ഉണ്ടെന്നുള്ള കാര്യം? എനിക്കറിയില്ല എന്ന്. ഇനി പറഞ്ഞിട്ടൊക്കെ എന്താ അപ്പച്ച കാര്യം? നടക്കാനുള്ളത് നടന്നു കഴിഞ്ഞില്ലേ? ഒരുപക്ഷെ ആ കാര്യങ്ങൾ, എനിക്കിങ്ങനെ ഒരു മകളുണ്ടെന്ന് ഞാൻ അറിയുമായിരുന്നെങ്കിൽ അവളെ നേരത്തെ തന്നെ കൂട്ടിക്കൊണ്ട് വന്നേനം. ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ലായിരുന്നു. എനിക്കറിയുണ്ടായിരുന്നില്ലല്ലോ. ഇനിയിപ്പോൾ കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഒരു കാലം അതങ്ങനെയാണ്. ഇനി എനിക്ക് അവൾക്ക് അത് തിരിച്ചു കൊടുക്കാനും പറ്റില്ലല്ലോ. അത് കുടിച്ചാലും ഭയങ്കര സങ്കടമായിപ്പോയി. ചില സമയങ്ങളിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. അത് കുടിച്ചാൻ പറഞ്ഞു, അതാ ഞാൻ പറഞ്ഞത്, അവൾ ഇതൊക്കെ കണ്ടായിരിക്കും അനീതിക്കെതിരെ പോരാടുന്നേ. ചില കാര്യങ്ങളെ കണ്ടു കഴിയുമ്പോൾ അവൾക്ക് സഹിക്കില്ല. അവൾ പറയുന്ന ന്യായമായിട്ടുള്ള കാര്യങ്ങളാണ് പറയണത്. അവളെ കുറ്റം പറയാനും നമുക്ക് പറ്റില്ല. നീ എന്തൊക്കെ പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നാലും അതൊന്നും ന്യായമാകത്തില്ല. അവളുടെ മുന്നിൽ ഉത്തരം മുട്ടത്തോളെന്ന് പറഞ്ഞു. സ്റ്റാലി പറഞ്ഞു, അതാ എനിക്ക് മനസ്സിലാകത്തെ. അവളുടെ സ്വഭാവം ഇങ്ങനെയാണോ? ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവൾ എങ്ങനെ ഇവിടെ നിൽക്കുന്നേ? എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അപ്പച്ച. ഞാൻ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. ഒരു കാര്യം ചെയ്യാം, ഞാൻ അവളെ ഒന്ന് പോയി കണ്ടിട്ട് വരട്ടെ. അപ്പച്ച, അപ്പച്ചൻ അങ്ങോട്ട് ഒന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പച്ചൻ്റെ ചിന്നമ്മ അപ്പച്ചനെ ചുരുട്ടി കൂട്ടുമെന്ന് പറഞ്ഞു. അത് പിന്നെ കൊട്ടാര മരത്തിൽ ഹവത് കുടിച്ചാൻ്റെ കൊച്ചുമോളല്ലേ അവള്, സ്റ്റാൻലി ജോസഫിൻ്റെ മോളല്ലേ? അപ്പോൾ അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. അങ്ങനെ വേണോടാ പെൺകുട്ടികളാണെങ്കിൽ. ഞാനും അതാ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ ആ പൗലോസിൻ്റെ അടുത്ത് അവളൊന്നും മിണ്ടാൻ നിന്നായിരുന്നെങ്കിൽ
ശരിക്കും നമ്മൾ ചമ്മിപ്പോയനും. പൗലോസിൻ്റെ അടുത്ത് അവൾ അങ്ങനെ തന്നെയായിരുന്നു പറയേണ്ടിയിരുന്നേ. അത് കേട്ടപ്പോൾ സ്റ്റാലിൻ പറഞ്ഞു, അപ്പച്ച വീണ്ടും അവളെ പൊഴുത്തി പറയരുത് കേട്ടോ. ഓ നിനക്കങ്ങോട്ട് പിടിക്കുന്നില്ലല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് കുടിച്ചാനും നേരെ ഹരിയുടെ മുറിയിലേക്ക് പോയി. സ്റ്റാലിൻ ഇങ്ങനെ ഒന്ന് ആലോചിക്കുവാണ്. സ്റ്റാലിക്ക് എത്ര ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഒടുവിൽ മദ്യത്തിൽ ആശ്രയം തേടുവാണ് വീണ്ടും. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് കുടിച്ചാനും മുറിയിലേക്ക് വരുവാണ്. അപ്പോഴേക്കും അലീന ഇങ്ങനെ ടേബിളെ തലവെച്ച് കിടക്കുന്നുണ്ട്. മോളേന്നും പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞപ്പോൾ അലീന എഴുന്നേറ്റു. നീ എന്താ കരയുമായിരുന്നെന്ന് ചോദിച്ചു. കരയൊന്നും ആയിരുന്നില്ല. പിന്നെ നിന്റെ കണ്ണൊക്കെ എന്താ കലങ്ങിയിരിക്കണം എന്ന് ചോദിച്ചു. ഒന്നുമില്ലാന്ന് പറഞ്ഞു. കരയുമായിരുന്നില്ലേ? അത് പിന്നെ അപ്പച്ച 1-2 വട്ടം തുമ്മി, അതുകൊണ്ടാന്ന് പറഞ്ഞു. വേണ്ട, വെറുതെ എൻ്റെ അടുത്ത് കള്ളത്തരമൊന്നും പറയണ്ട. എന്ത് പറ്റി? ഭയങ്കര സങ്കടമാണല്ലോ. അത് പിന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു നിമിഷം അലീനെ ഒന്ന് നിർത്തി. അതെ, വല്യപ്പച്ചൻ്റെ മോനുണ്ടല്ലോ, എന്നെ കുറേ വഴക്ക് പറഞ്ഞു പറഞ്ഞു. അവൻ്റെ സ്വഭാവം നിനക്കറിയാവുന്നല്ലേ. അവൻ ഡൽഹി വലിയ കേണലായിരുന്നു. അവൻ്റെ കീഴിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവരെ എല്ലാവരെയും കൂടെ അവൻ പേടിപ്പിച്ച് നിർത്തിയേക്കോ. അതുപോലെ തന്നെ ഇവിടെ. അതെ, ഈ പറയുന്ന കേണലിൻ്റെ കീഴിൽ മാത്രമല്ലല്ലോ, മുകളിലും കുറേ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവരെയൊക്കെ ഈ കേണലിന് പേടിയില്ലായിരുന്നു. അവരുടെ മുന്നിലെ കേണൽ ഓച്ചാനിച്ച് ഇന്നല്ലേന്ന് ചോദിച്ചു. നീ ആള് കൊള്ളാലോടി എന്ന് പറഞ്ഞു. അതെ, ഈ കേണലും കാര്യങ്ങളൊക്കെ പണ്ട്, ഇപ്പോഴതൊന്നും അല്ലല്ലോ. അവിടുത്തെ യൂണിഫോം ഒക്കെ അടിച്ചു വെച്ച് വീട്ടിലേക്ക് വന്നിരിക്കുമല്ലേ. ഇപ്പോൾ ഒരു സാധാരണ മനുഷ്യനാ. ആ ഒരു വിചാരം വേണമെന്ന് വല്യപ്പച്ചൻ ഇടയ്ക്കൊന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു. അവനിപ്പോൾ കുറേ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. പിന്നെ ഇതാണോ വലിയ എസ്റ്റേറ്റ്? 4-3-7 റബ്ബറും ഉണ്ട്, ഒരു ബംഗ്ലാവും ഉണ്ട്. എന്നിട്ട് വലിയ എസ്റ്റേറ്റ് മുതലാളിയാണെന്ന് പോലും. അങ്ങനെയാണെങ്കിൽ ഇതല്ലാതെ വേറെ ഇഷ്ടംപോലെ കോടീശ്വരന്മാരുണ്ട്. അവരൊക്കെ എത്രമാത്രം അഹങ്കരിക്കണം. അവരെ അഹങ്കരിക്കുന്നുണ്ടോന്ന് ആര് കണ്ടു? അപ്പോഴേക്കും അലീന പറഞ്ഞു, പിന്നെ എന്നാലും വല്യപ്പച്ചൻ്റെ മോൻ്റെ അത്ര അഹങ്കാരം ആർക്കും കാണത്തില്ല എന്ന് പറഞ്ഞു. നീ വെറുതെ അവനോട് ഓരോ വഴക്കുണ്ടാക്കാൻ പോയിട്ടെ നിന്റെ നിലനിൽപ്പിനെ ബാധിക്കില്ല. അവസാനം നിന്നെ അവൻ ഇവിടുന്ന് ഓടിക്കുവോ? പിന്നെ ഓടിക്കുമെന്ന്. അങ്ങനെ ഞാൻ ഓടാനായിട്ട് ഇരിക്കുമല്ലേ? എന്ത് വന്നാലും ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകത്തില്ല. എന്നെ പറിച്ചെറിഞ്ഞാലും അടിച്ചോടിച്ചാലും. ഇന്ന് രാവിലെ വരെ ഇവിടുന്ന് പോകണമെന്ന് കരുതി ഞാൻ ഇരുന്ന. പക്ഷേ ഇപ്പോഴെൻ്റെ തീരുമാനം അങ്ങോട്ട് മാറ്റി. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ഇവിടെ പലതും എനിക്ക് ചെയ്യാനുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. ഒരു വലിയൊരു മുതലാളി കുറച്ച് വൃദ്ധന്മാരും വന്നിരിക്കുന്നു. എല്ലാത്തിനെയും ഞാൻ പൊളിച്ചെടുക്കുന്നുണ്ട്. അതൊന്നും വേണ്ട കൊച്ചേ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ നീ പൊളിച്ചെടുക്കാൻ ചെന്നിട്ടൊന്നും നടക്കത്തില്ല. അതെല്ലാം കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിച്ച് വെച്ചിരിക്കുക ലാലിച്ചൻ. ആ കോൺക്രീറ്റ് ഒക്കെ ഞാൻ പൊളിച്ചെടുക്കും വല്യപ്പച്ച. അല്ല, ഈ പറയുന്ന കക്ഷിയുടെ ഭാര്യയും മക്കളൊന്നും ഇതിലോട്ട് ഞാൻ കണ്ടിട്ടില്ലോ. അവരൊക്കെ എവിടെയാന്ന് ചോദിച്ചു. അവരൊക്കെ അഞ്ചലില്ല. അതെന്താ അവിടെ? അവരെ അവിടെയാന്നേ. അവിടെ അവർക്ക് സുഖമാ. ലാലിച്ചന് ഇവിടെ സുഖമായിട്ട് ജീവിക്കുന്നു. അവർക്കുള്ള ആവശ്യത്തിനുള്ളതൊക്കെ അവർക്ക് കൊടുക്കുന്നു. അതെന്താ അവരൊന്നും ഇങ്ങോട്ടേക്ക് വരാറില്ലേ? അങ്ങനെ വരാറൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ഓഹോ, അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതിനകത്ത് എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടെന്ന് തോന്നല്ലോ. അതൊക്കെ ഒന്ന് അറിയണമല്ലോ. കൊച്ചേ, വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ പോകണ്ട. എൻ്റെ വല്യപ്പച്ച, എന്താണെങ്കിലും ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് പൊളിച്ചെഴുതിയിട്ടുള്ളൂ. എനിക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് കഥ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. വല്യപ്പച്ചനും മോനും ഞാൻ തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ വല്യപ്പച്ചൻ ആരോടൊപ്പം നിൽക്കും? ഇത്രയും കാലം ഞാൻ ലാലിച്ചനോടൊപ്പമായിരുന്നു. ഇനിയോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. എന്നോടൊപ്പം ആരും വേണ്ടാന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും അതുകൂടി ഞാൻ പറഞ്ഞു, ഇനിയിപ്പം നിന്നോടൊപ്പം എൻ്റെ ചിന്നിമ്മയോടൊപ്പം ഞാനെന്ന് പറഞ്ഞു. അങ്ങനെ വേണം. ലാലിച്ചനോട് പോയി പണി നോക്കാൻ പറയുന്ന അതുകൂടി ഞാൻ പറഞ്ഞു. ഇപ്പോഴെനിക്ക് ഇഷ്ടപ്പെട്ടേന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കൈ ഉറക്കുവാണ്. കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അലീന മനുശങ്കറെ ഫോൺ ചെയ്യുവാണ്. അപ്പോഴേക്കും മനു ചോദിച്ചു, എങ്ങനെയുണ്ട് അവിടെ, സുഖമാണെന്ന് ചോദിച്ചു. എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് മനുവേട്ട. അല്ല, നിനക്കവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, പറഞ്ഞാൽ മതി, നമുക്ക് വേറെ എവിടെയെങ്കിലും നോക്കാമെന്ന് പറഞ്ഞു. വേറെ എവിടെയെങ്കിലും നോക്കണമെന്ന് കരുതി ഞാനിരുന്ന, പക്ഷെ ഇനി അതില്ലാന്ന് പറഞ്ഞു. അതെന്താ? ഇപ്പം അങ്ങനെയാ. ഇനി എന്നെ ഇവിടുന്ന് പറിച്ചെറിഞ്ഞാലും ഞാൻ വേറെ ഒരിടത്തേക്കില്ല. അപ്പം നീ അവിടെ യുദ്ധം പ്രഖ്യാപിക്കാൻ പോകണം? അതെയോന്നോ? അല്ല, നിനക്ക് അവിടെ കമ്മ്യൂണിക്കേഷൻ വേറെ ആരുമില്ലേ? വല്യപ്പച്ചനുണ്ട്. വല്യപ്പച്ചന് ഞാൻ നല്ല കമ്പനിയാന്ന് പറഞ്ഞു. വല്യപ്പച്ചനെ അപ്പം നീ കയ്യിലെടുത്തല്ലേന്ന് ചോദിച്ചു. അതെ, ഞാനാണ് സ്റ്റാലിൻ പപ്പയായിട്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഉഗ്രം വഴക്കുണ്ടാക്കുമെന്ന് പറഞ്ഞു. വഴക്കോ? നീയാ? അതെ, നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ വഴക്കുണ്ടാക്കുന്ന സ്ഥലത്തൊന്നും മാറി നടന്നിരുന്നവളാണ് ഞാൻ. പക്ഷെ ഇപ്പം അതിൻ്റെ ടെൻഡർ മൊത്തത്തോടെ പിടിച്ചിരിക്കുമല്ലേ. എങ്ങനെ സാധിക്കുന്നില്ല ഇതൊക്കെ നിനക്ക്? പിന്നല്ലാതെ. അല്ല, ഒരു അന്യ വീട്ടിൽ ചെന്നിട്ട് ഒരു പരിചയമില്ലാത്തടത്ത് ചെന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്
അതൊക്കെ എങ്ങനെയാന്ന് എനിക്കറിയില്ല മനുവേട്ട. പക്ഷേ ഉണ്ടല്ലോ, ഈ കേണൽ അന്യായ കുടിയാന്നേ. അത് മാത്രമല്ല ഇവിടുത്തെ ഭൃത്യന്മാരൊക്കെ ആണെങ്കിലോ അന്യായ ധൂർത്തും കാര്യങ്ങളൊക്കെ. അതൊക്കെ ഒന്ന് അവസാനിപ്പിക്കണം എനിക്ക്. നിന്നെക്കൊണ്ട് സാധിക്കും അത്. പിന്നെ സാധിക്കുമെന്നോ? കേണലിനാണെങ്കിൽ കേണൽ പറയുന്ന അനുസരിക്കണം. കുറേ നായ്ക്കളെ വളർത്തുന്നുണ്ട്, അതനുസരിക്കുന്നുണ്ടല്ലോ. ഞാനും അനുസരിക്കണം എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാ. അത് മാത്രമല്ലെന്നേ, പിന്നെ വേറൊരു കാര്യം, ഞാനിവിടെ ജോലിയൊന്നും ചെയ്യാൻ പാടില്ല, അടുക്കള കയറാൻ പാടില്ല, ഫുഡ് കഴിക്കണം, ഇരുന്നോണം, അങ്ങനെയൊക്കെയാണ്. എന്നെക്കൊണ്ട് സാധിക്കുമോ? അത് ശരിയാ, ഒരു വീട് മൊത്തം കൈകാര്യം ചെയ്തിരുന്ന നീ എങ്ങനെ അവിടെ പോയിട്ട് അങ്ങനെ ഇരിക്കുന്നു? അത് ശരിയാ മനുവേട്ട, എനിക്കിങ്ങനെ വെറുതെ ഇരുന്ന് തുരിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടതും മാനിശങ്കർ ഒരു ചിരിയായിരുന്നു. അതിൻ്റെ കഥകളൊക്കെ എന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.